നമസ്കാരം, ഞാൻ റോസ്മേരി ആൻ്റണി, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റ്. എന്താണ് ഈ ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ? മനഃശാസ്ത്രപരമായി ഡേവിഡ് ഡണ്ണിങ്ങും അതോടൊപ്പം തന്നെ ജസ്റ്റിൻ ക്രൂഗറും ചേർന്ന് 1999 പ്രസിദ്ധീകരിച്ച അൺസ്കിൽസ്ഡ് ആൻഡ് അൺഅവെയർ ഓഫ് ഇറ്റ്, ഹൗ ഇറ്റ് ഡിഫിക്കൽട്ട് റിക്കഗ്നൈസിങ് വൺസ് ഓൺസ് ഇമ്പോർട്ടൻസ് ലീഡ് ടു ഇൻഫ്ലേറ്റഡ് സെൽഫ് അസസ്മെൻറ്റ്സ് എന്നൊരു പേപ്പറിലാണ് ഡണ്ണിങ് ക്രൂഗറിൻ്റെ എഫക്റ്റിനെ കുറിച്ചിട്ട് ആദ്യമായി ഈ ആശയം വിവരിക്കാനിടയായത്. എന്താണ് ഈ ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ? The Dunning-Kruger effect is a psychological phenomenon where individuals who are inexperienced in a particular domain tend to overestimate their own abilities and performance while underestimating the abilities of others. അടിസ്ഥാനപരമായി പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് എന്താണ് അറിയാത്തത് എന്നതിനെ പറ്റി ആ വ്യക്തിക്ക് അറിവില്ലാതിരിക്കുന്ന ഒരവസ്ഥയാണ് ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മേഖലയിലോ അറിവോ പരിചയമോ അല്ലെങ്കിൽ ഒരു നോളജോ വിസ്ഡമോ ഇല്ലാത്തവർ തങ്ങളുടെ ആ മേഖലയിൽ വളരെ മുൻഗണനയിൽ നിൽക്കുന്നൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഞാനാണ് ഏറ്റവും നന്നായിട്ട് അറിവുള്ളവരാണ് എന്ന് ചിന്തിക്കുകയും അതേസമയം മറ്റുള്ളവരുടെ കഴിവുകളെ കുറച്ച് കാണുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയാണ് ഈ ഒരു ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയായിരിക്കും ഇത്തരക്കാരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നോക്കാം. കീ ക്യാരക്ടറിസ്റ്റിക്സ്. ദ ഫസ്റ്റ് വൺ ഈസ് ഓവർ എസ്റ്റിമേഷൻ ഓഫ് വൺസ് ഓൺ എബിലിറ്റീസ്. സ്വന്തം കഴിവുകളെ വളരെ കൂടുതലാണെന്നുള്ള വിലയിരുത്തൽ. ഞാനുണ്ടെങ്കിൽ ഇതെല്ലാം നടക്കുകയുള്ളൂ, അതല്ല എങ്കിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് ഏത് നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരവസ്ഥ. ഫെയിലർ ടു റെക്കഗ്നൈസ് വൺസ് ഓൺ മിസ്റ്റേക്സ്. സ്വന്തം പിഴവുകളും വീഴ്ചകളും തിരിച്ചറിയാത്തതിലുള്ള പരാജയം. തേർഡ്, ഇൻഎബിലിറ്റി ടു ലേൺ ഫ്രം അതേഴ്സ്. മറ്റുള്ളവരിൽ നിന്നും എന്തെങ്കിലും പഠിക്കാൻ കഴിവില്ലാതിരിക്കുക എന്നുള്ളതാണ്. എനിക്ക് മറ്റുള്ളവരിൽ നിന്നും ഒന്നും പഠിക്കാനില്ല, ഞാൻ ഭയങ്കര തികഞ്ഞൊരു മനുഷ്യനാണ് എന്ന് സ്വയം ചിന്തിക്കുന്നൊരവസ്ഥ. ടെൻഡൻസി ടു ഓവർ റേറ്റ് വൺസ് ഓൺ പെർഫോമൻസ്. സ്വന്തം പെർഫോമൻസിനെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ അവകാശപ്പെടാൻ സാധിക്കുന്നതിനും അപ്പുറമുള്ള നമ്മളെ തന്നെ ബൂസ്റ്റ് ചെയ്യുന്നൊരവസ്ഥ, അമിതമായിട്ടുള്ളൊരു അഭിപ്രായം എന്ന് വേണമെങ്കിൽ പറയാം. ലാക്ക് ഓഫ് സെൽഫ് അവെയർനെസ്. അതായത് പലപ്പോഴും നമ്മളെ തന്നെ തിരിച്ചറിയാതെ നമ്മൾ ആരാണ്, നമുക്ക് എന്തെല്ലാം അറിവുണ്ട്, നമുക്ക് എന്തിനെ കുറിച്ചിട്ട് അറിവില്ല, എവിടെയൊക്കെയാണ് എൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ഏരിയ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ. പലപ്പോഴും ഒരു ഫിനോമിനൻ ആളുകളെ സ്വന്തം കഴിവുകളെക്കുറിച്ച് അമിത ആത്മവിശ്വാസം പുലർത്തുന്നതിലേക്കും സാഹചര്യങ്ങൾ പ്രോപ്പറായി മനസ്സിലാക്കാതെ അഡ്വൈസ് നൽകുന്നതിലേക്കും സ്വന്തം മിസ്റ്റേക്സ് തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയിലേക്കും ഇത് നയിച്ചേക്കാം. എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥ നമുക്കുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റ് നമുക്കുണ്ട് എങ്കിൽ എങ്ങനെയാണ് അതിൽ നിന്ന് ഓവർകം ചെയ്യുക? ദ ഫസ്റ്റ് തിങ്, കീപ് ലേണിംഗ് ആൻഡ് പ്രാക്ടീസ്. തുടർന്ന് നമ്മൾ പഠനങ്ങളിലൂടെയും പരിശീലനങ്ങളിലൂടെയും അറിവ് വർദ്ധിപ്പിക്കാൻ, അറിവില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ നമ്മളൊരു എക്സ്പേർട്ടാണെന്ന് ചിന്ത കുറയ്ക്കുന്നത് സഹായിക്കും. ഇത്തരം ഞാനെല്ലാം തികഞ്ഞതാണ് എന്ന് നമ്മൾ സ്വയം ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പഠിക്കാനായിട്ട് മറന്നു പോകുന്നൊരവസ്ഥയുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ വായിക്കുമ്പോൾ അല്ലെങ്കിൽ അറിവ് നേടാൻ ശ്രമിക്കുമ്പോൾ ഞാനതിലൊരു ഒന്നുമല്ല, ഞാനൊരു കുട്ടിയാണ്, ഇനിയും എനിക്ക് നോളേജ് നേടാനുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് നമ്മൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. ആസ്കിങ് അതേഴ്സ് ഫോർ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. നമ്മുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് കൺസ്ട്രക്റ്റീവായി നമ്മുടെ പെർഫോമൻസിനെ വിലയിരുത്തുന്നവരുടെ സഹായവും ഉപദേശവും തേടുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ വാട്ട് വി നോ. നമുക്കറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് തിരിച്ചറിയാൻ സ്വയം ഒരു വിലയിരുത്തൽ നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു മറ്റുള്ളവരെ താഴ്ത്തി പറയുന്ന, അല്ലെങ്കിൽ ഞാനൊരു വലിയ സംഭവമാണ്, എനിക്ക് മാത്രമേ വിവരമുള്ളൂ എന്നുള്ളൊരു മാനസികാവസ്ഥ നമുക്കുണ്ട് എങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റ്. ഇതിനെ ഓവർകം ചെയ്യാനുള്ള സ്റ്റെപ്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ടേക്ക് കെയർ, ഹാവ് എ ഗ്രേറ്റ് ഡേ.